ശ്രീ റോജി എം ജോൺ, അങ്ങേക്ക് 8 മിനിറ്റ്. സർ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ഫുൾ ബഡ്ജറ്റാണ് ബഹുമാനായ ശ്രീ ബാലഗോപാൽ ഇവിടെ അവതരിപ്പിച്ചത്. സർ, 10 വർഷം പൂർത്തിയാക്കാൻ പോകുന്ന ഈ സർക്കാരിൻ്റെ അവസാന ഫുൾ ബഡ്ജറ്റിൽ അതിൻ്റെ കവർ ചിത്രമായിട്ട് അടിക്കാനുണ്ടായത് പിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചിത്രമാണ്. കടൽ കൊള്ളയെന്നും 5000 കോടിയുടെ പദ്ധതിക്ക് 6000 കോടിയുടെ അഴിമതി എന്നുമൊക്കെ പറഞ്ഞ് സമരം ചെയ്ത ആളുകൾക്ക് 10ാം വർഷം ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ നേരത്ത് ആകെ അടിക്കാനുണ്ടായത് ഈ വിഴിഞ്ഞത്തിൻ്റെ പടമാണ്. UDF കൊണ്ടുവന്ന, ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഈ പദ്ധതിയുടെ ചിത്രമാണ് ഉണ്ടായിരുന്നത്. സ്വന്തമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഒരു പദ്ധതിയുടെ ചിത്രം പോലും കവറിൽ അടിക്കുവാനായിട്ട് അവസാന ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഈ സർക്കാരിന് ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ എത്ര ദയനീയമാണ് സ്ഥിതി. സർ, ഈ ബഡ്ജറ്റ് ചർച്ച നടത്തിയിട്ടും പാസ്സാക്കിയിട്ടും എന്താ പ്രയോജനം? രണ്ടാം ക്വാർട്ടറിൽ തന്നെ എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കി ഇവിടെ ചർച്ച ചെയ്യുന്ന, ഇവിടെ പാസ്സാക്കുന്ന ബഡ്ജറ്റിൻ്റെ പദ്ധതി വിഹിതം 50% വെട്ടിക്കുറയ്ക്കുന്ന ഒരു സർക്കാരാണ്. പിന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ എന്ന രീതിയിൽ, ഒരു ഭരണഘടനാ ബാധ്യത എന്ന രീതിയിൽ ധനമന്ത്രി വളരെ വിരസമായി ഇവിടെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊരു സിനിമയിൽ സലീം കുമാർ പറഞ്ഞതുപോലെ നമ്മളിവിടെ ചർച്ച നടത്തി ഇവിടെ ബഡ്ജറ്റൊക്കെ പാസ്സാക്കുന്നു. അതിനുശേഷം ഈ സർക്കാർ ഈ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ എല്ലാ പദ്ധതികളും വെട്ടിച്ചുരുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് ചോദിക്കുകയാണ്, ഈ ബജറ്റിൻ്റെ മറുപടി പ്രസംഗത്തിലെങ്കിലും ഇവിടെ പാസ്സാക്കുന്ന പദ്ധതികൾ അതിനകത്ത് വെട്ടിച്ചുരുക്കലുകൾ കൂടാതെ പൂർണ്ണമായി നടപ്പാക്കുമെന്ന് ഈ സഭയ്ക്ക് ഉറപ്പ് തരാനായിട്ട് അങ്ങേക്ക് സാധിക്കുമോ? കാരണം ഇവിടെ കഴിഞ്ഞ വർഷം നടന്നിരിക്കുന്ന എന്താണ് സർ? എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും 50%-ഓളം പദ്ധതി വെട്ടിച്ചുരുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കൃഷി വകുപ്പിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ഇരിക്കുന്നു, വെട്ടിയത് 230 കോടി, അതായത് വകയിരുത്തിയതിൻ്റെ 44% വെട്ടിച്ചുരുക്കി. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടി, ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് വെട്ടിച്ചുരുക്കി, മദർ തെരേസ സ്കോളർഷിപ്പ് വെട്ടിച്ചുരുക്കി, APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് വെട്ടിച്ചുരുക്കി. സർ, പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള ഏറ്റവും പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങൾ പദ്ധതിയിൽ 1370 കോടിയിൽ 500 കോടി രൂപ വെട്ടിച്ചുരുക്കിയ ഒരു സർക്കാരാണ് സാർ അധികാരത്തിലിരിക്കുന്നത്. സാർ, ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നിങ്ങളോട് എന്ത് തെറ്റാണ് സാർ ചെയ്തത്? ഇത്രയും അവരുടെ പദ്ധതി വിഹിതം പോലും വെട്ടിക്കുറച്ചിട്ട് സാർ, പട്ടികജാതി വകുപ്പിന് ഒരു മന്ത്രി പോലും ഇല്ലാത്ത അവസ്ഥ. സാർ, ഇവിടെ ചരിത്രത്തിലാദ്യമായിട്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു മന്ത്രി പോലും ഇല്ലാത്ത ഒരു സർക്കാരായി ഇത് മാറിയിരിക്കുകയാണ്. സാർ, സ്പോർട്സ് ഹോസ്റ്റലിന് പൈസയില്ല. സാർ, പ്ലാൻ വെട്ടിച്ചുരുക്കി പ്രൊജക്ടിനെ മാത്രം ആശ്രയിക്കുന്ന ഈ സർക്കാരാണോ സാർ ഇടതുപക്ഷ സർക്കാർ? സർ, കർഷകരുടെയും ന്യൂനപക്ഷങ്ങളുടെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും ഉൾപ്പെടെ പദ്ധതി വെട്ടിച്ചുരുക്കുന്ന നിങ്ങൾ BJPയെ പോലെ തീവ്ര വലതുപക്ഷ സർക്കാരാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ, ഇനി പദ്ധതി ചെലവിൻ്റെ കാര്യമെടുക്കാം. സർ, സാമ്പത്തിക വർഷം അവസാനിക്കാറായപ്പോൾ ആകെ പദ്ധതി ചെലവെന്ന് പറയുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും പരമാവധി കേവലം 45% മാത്രമാണ്. ഓരോ വകുപ്പ് തിരിച്ചിട്ടുള്ള കണക്ക് വേണമെങ്കിൽ ഞാൻ പറയാം. കൃഷി 42%, വ്യവസായം 30%. അങ്ങനെ ഏത് വകുപ്പെടുത്ത് പരിശോധിച്ചാലും ഇതൊന്നും ചെലവാക്കാനല്ല എങ്കിൽ പിന്നെ എന്തിനാണ് സാർ നമ്മൾ ഈ ചർച്ച നടത്തുന്നതും ഇവിടെ ഇത് പാസ്സാക്കുന്നതുമൊക്കെ? സാർ, ബഡ്ജറ്റിൽ അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് എല്ലാം ശരിയായി എന്നാണ് പറയുന്നത്. ധനകാര്യമന്ത്രി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബഡ്ജറ്റ് പ്രസംഗം തുടങ്ങിയപ്പോൾ ഞങ്ങളെല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേട്ടത്. സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞ്ഞെരുക്കത്തിൻ്റെ തീക്ഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നാണ് ആ സന്തോഷ വാർത്ത. സാർ, ആ സന്തോഷ വാർത്തയാണെങ്കിൽ എന്തുകൊണ്ടാണ് സാർ ഈ പാവങ്ങൾക്ക് ലഭിക്കേണ്ട 2500 രൂപ നിങ്ങൾ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച ആ ക്ഷേമ പെൻഷൻ ഈ 5ാം വർഷമായിട്ടും 1 രൂപ പോലും വർദ്ധിപ്പിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാത്തത്? അപ്പോൾ ഇനി എന്താണ് നിങ്ങളിത് വർദ്ധിപ്പിക്കുന്നത്? സാർ, പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നതിൻ്റെ തലേ മാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ കാത്തു നിൽക്കുന്നത്? ധനകാര്യസ്ഥിതി മെച്ചപ്പെട്ടു, സന്തോഷ വാർത്തയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ പാവങ്ങൾക്ക് കൊടുക്കുന്ന പെൻഷൻ വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. സാർ, ധനകാര്യമന്ത്രി ഒരു കാര്യം പറഞ്ഞു, 3 മാസത്തെ കുടിശ്ശിക സമയബന്ധിതമായിട്ട് കൊടുത്തു തീർക്കുമെന്ന്. സാർ, ഈ കുടിശ്ശിക സമയബന്ധിതമായിട്ട് കൊടുത്തു തീർക്കും എന്ന് പറയുന്നതിലെ ന്യായം എന്താണ് എന്നൊന്ന് പറയാമോ സാർ? സാർ, അത് മാത്രമല്ല സാർ, ഈ കുടിശ്ശിക സമയബന്ധിതമായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. സാർ, മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ നമ്മൾ ക്ഷേമ പെൻഷനെ കുറിച്ച് പറയുന്നുണ്ട്. സാർ, ക്ഷേമനിധി പെൻഷൻ, വിവിധങ്ങളായിട്ടുള്ള ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിന്റെ മണ്ണിലില്ലേ സാർ? കെട്ടിട നിർമ്മാണ ക്ഷേമനിധി, അതുപോലെ തന്നെ കർഷക തൊഴിലാളി ക്ഷേമനിധി, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി. സാർ, എല്ലാ ക്ഷേമനിധി പെൻഷനുകളും ഈ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ അംശാദായം അടച്ച് അവരുടെ വിഹിതം കൊടുത്തിട്ടുള്ള ആ ക്ഷേമനിധികളെല്ലാം 10 മാസം മുതൽ 18 മാസം വരെ കുടിശ്ശികയായി കിടക്കുകയാണ്. എന്നിട്ടാണ് പറയുന്നത്, സർക്കാർ പറയുന്നത് സമയബന്ധിതമായിട്ട് കൊടുക്കുമെന്നും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു എന്നും പറയുന്നത്. സാർ, ലൈഫ് പദ്ധതിയിൽ 1 ലക്ഷത്തിൽ പരം വീടുകൾ
അത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കാതെ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. തറ കെട്ടിയ ആളുകൾക്ക് അടുത്ത ഗഡു കിട്ടാത്തതുകൊണ്ട് ഭിത്തി കെട്ടാൻ പറ്റുന്നില്ല. ഭിത്തി കെട്ടിയവർക്ക് അടുത്ത ഗഡു കിട്ടാത്തതുകൊണ്ട് അത് പൂർത്തീകരണത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നില്ല. ലൈഫ് പദ്ധതിയിൽ വകയിരുത്തിയ 500 കോടിയിൽ ഈ നിമിഷം വരെ ചെലവഴിച്ചിരിക്കുന്നത് കേവലം 24% മാത്രമാണ്. നിങ്ങളുടെ പദ്ധതി ചെലവ് എന്താണ്? ഈ സർക്കാരിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? സർ, കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലുകൾ മുഴുവൻ അടഞ്ഞു കിടക്കുകയാണ്. ഇവിടെ വനിതാ അംഗങ്ങളൊക്കെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളൊന്ന് നിങ്ങളുടെയൊക്കെ മണ്ഡലത്തിലുള്ള കുടുംബശ്രീ ഹോട്ടലുകൾ, ജനകീയ ഹോട്ടലുകളൊന്ന് പോയി നോക്കണം. നമ്മുടെ നാടിന് അഭിമാനമായിട്ടുള്ള കുടുംബശ്രീ പ്രസ്ഥാനം അവർ വളരെ പ്രതീക്ഷയോടുകൂടി ആരംഭിച്ച ജനകീയ ഹോട്ടലുകൾ മുഴുവൻ അടഞ്ഞു കിടക്കുമ്പോഴാണോ ഭരണപക്ഷത്തിരിക്കുന്ന വനിതാ അംഗങ്ങളൊക്കെ ഇവിടെ നിന്ന് ബഹളം വെക്കുന്നതെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. സർ, അങ്ങ് ഇവിടെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ സർ, ഈ സർക്കാർ എത്ര രൂപ കുടിശ്ശിക കൊടുക്കാനുണ്ട് ഇന്നത്തെ സ്ഥിതിയിൽ? കേരളത്തിൽ ഏകദേശം 65,000 കോടി രൂപ കേരളത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കും അധ്യാപകർക്കുമായിട്ട് കുടിശ്ശിക കൊടുക്കാനുണ്ട്. കരാറുകാർക്ക് കൊടുക്കാനുള്ള ഏതാണ്ട് 15,000 കോടി രൂപ, ജലജീവൻ മിഷന്റെ ഏതാണ്ട് 4,000 കോടി രൂപ, കാരുണ്യ പദ്ധതിയിൽ 1,500 കോടി രൂപ, മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനുള്ള 700 കോടി രൂപ. സർ, എല്ലാം കൂടെ പരിശോധിച്ചാൽ 1 ലക്ഷം കോടിയിൽ പരം രൂപ ഇന്നത്തെ നിലയ്ക്ക് കുടിശ്ശിക കൊടുത്തു തീർക്കാൻ, വിവിധ ഇനങ്ങളിൽ കുടിശ്ശിക കൊടുത്തു തീർക്കാനുള്ള ഒരു സർക്കാരാണിത്. അത് കൊടുത്തു തീർക്കുവാനായിട്ടുള്ള എന്തെങ്കിലും ഒരു കർമ്മ പദ്ധതിയെക്കുറിച്ച്, അതിനുള്ള എന്തെങ്കിലും ഒരു പ്ലാനിനെ കുറിച്ച്, സമയബന്ധിതമായിട്ട് കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു പരിപാടിയെക്കുറിച്ച് ധനകാര്യമന്ത്രിക്ക് ഇവിടെ സൂചിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ സർ? ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു സാർ ഒരു കാര്യം, പാചക തൊഴിലാളികൾ, സ്കൂളിലെ പാചക തൊഴിലാളികളുണ്ട്. അവർ ചെയ്തതിൻ്റെ വേതനം യഥാസമയം ലഭിക്കാതെ അവർ നാളുകളായിട്ട് വലിയ പ്രതിസന്ധിയിലാണ്. മറ്റു കുട്ടികൾക്കെല്ലാം പാലും മുട്ടയും നല്ല ഭക്ഷണവും വെച്ച് വിളമ്പിയ ശേഷം സ്വന്തം മക്കളെ പോറ്റാനാവാതെ കഷ്ടപ്പെടുകയാണ് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള പാചക തൊഴിലാളികൾ. കാലോചിതമായിട്ടുള്ള വേതന പരിഷ്കരണമില്ല. അവർക്ക് മറ്റൊരു ആനുകൂല്യങ്ങളും, വിരമിക്കൽ ആനുകൂല്യങ്ങളൊന്നുമില്ല. സർ, തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്, അവിടെ 1,22,000-ൽ പരം വരുന്ന ഉച്ചഭക്ഷണ തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരായി അംഗീകരിച്ച് അവർക്ക് ഗ്രാറ്റുവിറ്റിയും അതുപോലെ തന്നെ പെൻഷനും ബോണസും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ കൊടുക്കുന്ന നടപടി സ്വീകരിച്ചു വരികയാണ്. കേരളത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് അവർക്ക് മിനിമം വേതനത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായി, അതിൻ്റെ ഒരു ഉത്തരവിറക്കി. പക്ഷേ ഈ 2016 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നാളിതുവരെ ആ മിനിമം കൂലി വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും അത് സംബന്ധിച്ച് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇവിടെ AITC ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇത് സംബന്ധിച്ച് എല്ലാ MLA-മാർക്കും നിവേദനം നൽകി നടക്കുകയാണ്. ഈ പാവപ്പെട്ട പാചക തൊഴിലാളികളുടെ കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സർ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം സർ, ഇവിടെ ബഹുമാനപ്പെട്ട മലപ്പുറം അംഗം പറയുകയുണ്ടായി അങ്ങ് നിഷ്കളങ്കനാണ് എന്ന്. ഞങ്ങളെല്ലാവരും അംഗീകരിക്കുന്നു അങ്ങ് നിഷ്കളങ്കനാണെന്ന്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങയോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അങ്ങ് നിഷ്കളങ്കനായിരിക്കുന്നത് പോലെ തന്നെ അങ്ങ് നീതിമാനുമാവണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം സർ. ഇവിടെ എന്താ നടക്കുന്നത്? കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിനെ അവഗണിക്കുന്നതിനെ സംബന്ധിച്ച് എല്ലാവരും ഘോരഘോരം പ്രസംഗിക്കാറുണ്ടല്ലോ സർ. ഇവിടെ എന്താ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഭരണപക്ഷത്തിന് ഒരു നീതി, പ്രതിപക്ഷത്തിന് മറ്റൊരു നീതി. ഇവിടെ ഭരണകക്ഷി അംഗങ്ങളെല്ലാം സംസാരിക്കുന്നത്, ഇവിടെ ശ്രീ തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചത് പ്രതിപക്ഷ മണ്ഡലങ്ങളിലേക്കൊക്കെ ഏതാണ്ട് വാരിക്കോരി കൊടുത്തു എന്നാണ് പറയുന്നത് സർ. തദ്ദേശ റോഡ് പദ്ധതിയിൽ പ്രതിപക്ഷ അംഗങ്ങൾക്ക് എല്ലാവർക്കും 4 കോടി രൂപ, ഭരണകക്ഷിയിൽ എല്ലാവർക്കും 6, 7, 8 കോടി രൂപ സർ. ബജറ്റിൽ പ്രഖ്യാപനത്തിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ മണ്ഡലങ്ങളിലേക്കെല്ലാം 5, 6 കോടി രൂപ, ഭരണകക്ഷിയിലെല്ലാം 10, 15, 20, 25 കോടി രൂപ സർ. എനിക്കൊരു സംശയം ബഹുമാനപ്പെട്ട ചെയറിനോട് ചോദിക്കുകയാണ് സർ, ഈ സഭയ്ക്ക് ഈ 5 വാതിലുകളല്ലാതെ വേറെ ഏതെങ്കിലും വാതിലുകളുണ്ടോ സർ? ഞങ്ങൾ ഏതെങ്കിലും വാതിലിനകത്തൂടെ ഞങ്ങൾ ഇതിനകത്തേക്ക് ഓടി പൊളിച്ച് കടന്നു വന്നവരാണോ? ഞങ്ങൾ ഇതിനകത്തേക്ക് ഒളിച്ചു കടന്നു വന്നവരാണോ സർ? അങ്കമാലിയിലുള്ള ആളുകളും പെരുമ്പാവൂരിലുള്ള ആളുകളും ആലുവയിലുള്ള ആളുകളും മലപ്പുറത്തുള്ള ആളുകളും ഒക്കെ ഈ സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് കൊടുക്കുന്നത് നികുതി പണം തന്നെയാണ് സർ. ആ നികുതി പണത്തിന്റെ വിഹിതമാണ് ഇവിടെ ജനപ്രതിനിധികളായിട്ടുള്ള ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങളിവിടെ ചോദിക്കുന്നത് ആരുടെയും കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന പണമല്ല. ഞങ്ങൾക്ക് ന്യായമായിട്ട് ഞങ്ങളുടെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ന്യായമായ അവകാശമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത് ഒരു സർക്കാരിന്റെയും ഔദാര്യമല്ല എന്ന് ഒരിക്കൽ കൂടി പറയാനായിട്ട് ആഗ്രഹിക്കും. അതുകൊണ്ട് ഈ കാര്യത്തിലെങ്കിലും നീതി പുലർത്താനായിട്ട് സർക്കാർ തയ്യാറാവണം. അതുകൊണ്ട് നീതി പുലർത്താത്ത ഈ ബഡ്ജറ്റിനെ ഒരിക്കൽ കൂടി എതിർത്തുകൊണ്ട് നിർത്തുകയാണ്.